ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 3 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫോർത്ത് വീഡിയോ ആണ് നമ്മളിവിടെ നോക്കുന്നത്. 31 to 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എല്ലാവരും ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നോട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറാവുക. 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, Smith is a 10th standard student, and according to Piaget, Smith is a stage of thinking which is called. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് സ്മിത്ത് എന്ന് പറയുന്നത്. അത് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ഏത് സ്റ്റേജിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചിന്തിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നു, കോൺക്രീറ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു 10ാം ക്ലാസ് ഏജിൽ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഫോർമൽ ഓപ്പറേഷൻസ്, കോൺക്രീറ്റ് ഓപ്പറേഷൻസ്, അസിമിലേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അസിമിലേഷനും അഡാപ്റ്റേഷനും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് രണ്ടും മാറ്റാൻ പറ്റും. പിന്നെ മറ്റുള്ള രണ്ട് ചോയ്സ് ആണുള്ളത്, ഫോർമൽ ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർമൽ ഓപ്പറേഷൻ ആണ്. എങ്ങനെയാണ് ഈ ഫോർമൽ ഓപ്പറേഷൻ വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രസ്സിൽ 4 സ്റ്റേജുകളിലൂടെയാണ് ഈ മനുഷ്യന്റെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ബുദ്ധിശക്തി വളരുന്നത് എന്നുള്ളതാണ് പിയാഷെ പറയുന്നത്. ആ 4 സ്റ്റേജസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 സെൻസറി മോട്ടോർ സ്റ്റേജ്, 2 പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 3 കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 4 ലാസ്റ്റ് 1 ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ പേരുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അതിൻ്റെ ഏജ് ലിമിറ്റുകൾ വെച്ചിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. സോ ഇവിടെ ഈ ഒരു 4 സ്റ്റേജും ഏതൊക്കെ ഏജ് ലിമിറ്റിൽ വരുന്നതാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ബർത്ത് ടു 2 ഇയേഴ്സ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 ഇയേഴ്സ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 ഇയേഴ്സ് ആണ്. ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ്, അല്ലെങ്കിൽ ഓൾഡർ വരെ വരുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തായാലും ഒരു 14-15 വയസ്സുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ചിന്താഗതി വളരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൻ്റെയും ഒരു പ്രധാനപ്പെട്ട 1-2 ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ പഠിച്ചു വെക്കുമ്പോഴാണ് അതിൻ്റെ സെക്കൻഡ് ലെവലിലുള്ള ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1 and 2 ആണെങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റിനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചോദിക്കുക. പക്ഷെ കേട്ടറ്റ് 3 സെക്കൻഡ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഓരോന്നിൻ്റെയും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിലാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്, ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരു ബർത്ത് ടു 2 ഇയേഴ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച് പെർമനന്റ് ആയിട്ട് ഒബ്ജക്റ്റിനെ കാണാനും അല്ലെങ്കിൽ അതിനെ ചിന്തിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന അത് ചിന്ത വളർന്നിട്ടില്ല, ബുദ്ധിശക്തി വളർന്നിട്ടില്ല, ലോജിക്കലി അതേപോലെ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വളർന്നിട്ടില്ല എന്ന് തന്നെ വേണം ഇവിടെയും പറയാൻ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈഗോസെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. ഈഗോസെൻട്രിക്, അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന അവസ്ഥ ഈഗോസെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. സ്ട്രഗിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളതാണ് ഈഗോസെൻട്രിക്കിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എടുത്ത് പറയുന്നത്. സ്ട്രഗിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ്, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ കഴിയില്ല, മറിച്ച് അവരവരുടേത് മാത്രമായിട്ടുള്ള പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കും കാണുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഗ്രാസ്പ് ദി കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ എന്നുള്ളതാണ്. ഗ്രാസ്പ് ദി കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ. എക്സാമ്പിൾ, റിയലൈസിങ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് ലിക്വിഡ് റിമെയിൻസ് ദ സെയിം ഈവൻ ഇഫ് പവർഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ഷേപ്സ് കണ്ടെയ്നർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹൈറ്റ് കൂടിയ കണ്ടെയ്നറും വണ്ണം കൂടിയ കണ്ടെയ്നറും കൊടുത്തിട്ട് ഒരേ അളവിലുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെള്ളം അതിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എന്താ പറയുക, ഹൈറ്റ് കൂടിയതിലാണ് ക്വാണ്ടിറ്റി കൂടുതൽ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷനിൽ ഒരു പോരായ്മ കൂടി അതിൽ വരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് അത് തരംതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയുന്നത്. 2 to 7 ഇയേഴ്സിലാണ് ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ ഈഗോസെൻട്രിക് ആണെന്നുള്ളതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്.
പിന്നെ അതേപോലെ തന്നെ ഈ കോൺസെപ്റ്റ് കൺസർവേഷനിൽ ഒരു ഗ്രാസ്പിംഗ് പവർ കുറയുന്നു എന്നുള്ളതാണ്. അതായത് ഹൈറ്റ് കൂടിയത് വണ്ണം കൂടിയതുമായിട്ടുള്ള ബോട്ടിൽ ഒരേ അളവിലുള്ള വെള്ളം നിറച്ചു കഴിഞ്ഞാലും അതിന്റെ വ്യത്യാസം, അപ്പോൾ ഹൈറ്റ് കൂടിയതിൽ ആണ് വലുത് എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതി, അപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ബുദ്ധി വളർച്ച കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് ഇതെന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 ഇയേഴ്സിനാണ് അത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് കൺസർവേഷൻസ് ആൻഡ് ബിക്കം ലെസ് ഈഗോസെൻട്രിക്. ആ ഒരു സ്റ്റേജിൽ ഈഗോസെൻട്രിക് കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വാട്ടറിന്റെ അളവിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് കൺസർവേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനെ ലോജിക്കലി സോൾവ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞോളണം എന്നില്ല ഈ സ്റ്റേജിൽ എന്നുള്ളതാണ്. അതായത് ഡെവലപ്പ് ചെയ്യാണ്, തിങ്കിങ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ക്യാൻ പെർഫോം ഓപ്പറേഷൻസ് ഓൺ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ് ലൈക്ക് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ടേംസുകൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് സീരിയേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റി. ഈ 3നെ കേന്ദ്രീകരിച്ചും കൊണ്ടും കൂടി നമ്മളോട് കേട്ടറ്റ് കാറ്റഗറി 3യിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുള്ള പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ആവശ്യമില്ലാത്തതൊന്നും തന്നെ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല. വളരെ ക്രീമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തേർഡ് സ്റ്റേജിൽ നമുക്ക് എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു 3 ടേംസുകളുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് സീരിയേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റി. അതിൽ ഏറ്റവും കൂടുതലും ചോദിക്കുന്ന റിവേഴ്സിബിലിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്താണ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവേഴ്സിബിലിറ്റി ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ആക്ഷൻസ് ക്യാൻ ബി റിവേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് തിങ്സ് ക്യാൻ ബി റിട്ടേൺ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അസംബ്ലിങ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അഴിച്ചു പണിതതിന് ശേഷം അതിനെ വീണ്ടും റീ അസംബിൾ ചെയ്യാൻ കേപ്പബിൾ ആവുക എന്നുള്ളതാണ് റിവേഴ്സിബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ബാക്കോട്ട് അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് കാല് ബാക്കോട്ട് വെച്ച് നേരെ മുന്നിട്ട് ഇറങ്ങുന്നതിന് പകരം ബാക്കോട്ട് വെച്ച് ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ റിവേഴ്സിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സീരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദ എബിലിറ്റി ടു അറേഞ്ച് ഒബ്ജക്ട്സ് ഇൻ എ ലോജിക്കൽ ഓർഡർ സജസ് ബൈ സൈസ് ഓർ ലെങ്ത് എന്നുള്ളതാണ്. സീരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസർവേഷന്റെ ഭാഗം തന്നെയാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. അതായത് ലോജിക്കലി കണക്ട് ചെയ്തുകൊണ്ട് അതിനെ അറേഞ്ചുകളോ ഒബ്ജക്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പസിൽസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണെന്നാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ ചിൽഡ്രൻ ടു ഗ്രൂപ്പ് ദി ഒബ്ജക്ട്സ്. ഒരേ ഗണത്തിൽപ്പെടുന്ന ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പാക്കി തിരിക്കുകയും മറ്റൊരു ഗണത്തിൽപ്പെടുന്ന ഒബ്ജക്റ്റുകളെ മറ്റൊരു ഗ്രൂപ്പാക്കി തിരിക്കുകയൊക്കെ ചെയ്യുന്ന കഴിവിനെയാണെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ടേംസുകൾ ഈ ഒരു തേർഡ് സ്റ്റേജിൽ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ, റിവേഴ്സിബിലിറ്റി. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ആണ്, ഇവിടെ നിന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് 11 ഇയേഴ്സ് ആൻഡ് ഓൾഡർ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഡെവലപ്പ് ദി എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി, റീസൺ ഹൈപ്പോത്തറ്റിക്കലി ആൻഡ് എൻഗേജ് ഇൻ സയന്റിഫിക് തിങ്കിങ് എന്നുള്ളത്. അപ്പോൾ അതൊരു ലോജിക്കലി, അനലിറ്റിക്കലി, റാഷണലി, കോസ് എഫക്റ്റ് റിലേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി വളർന്നു വരുന്ന ഒരു സ്റ്റേജിനെയാണെന്ന് പറയുന്നത് പിയാഷെ പറയുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിപ്പൊണഞ്ഞ് കിടക്കുന്ന ഒരു കാര്യത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവുന്നു. റീസൺ ഹൈപ്പോത്തറ്റിക്കലി, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് തന്നെ അതിനെ ഹൈപ്പോത്തറ്റിക്കലി എന്ത് ചെയ്യുന്നു, റീസൺ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് എൻഗേജ് ഇൻ സയന്റിഫിക് തിങ്കിങ്. സയന്റിഫിക് തിങ്കിങ്ങിലാണ് റാഷണൽ തിങ്കിങ് ഒക്കെ വരുന്നത്. കോസെപ്റ്റിക് റിലേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലാബിലൊക്കെ ഇട്ട് പരിശോധിച്ച് അതിന്റെ പ്രൂവൺ ചെയ്യുന്ന രീതിയൊക്കെയാണെന്ന് പറയുന്നത് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് കൺസിഡർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒരു പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിൽ ഡിഫറെന്റ് ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയമെൻഷൻസിലുള്ള ഫാക്ടേഴ്സ് കടന്നു വരും അല്ലേ. അപ്പോൾ ആ ഡിഫറെന്റ് ഡയമെൻഷൻസിലെ ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോബ്ലത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടി ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ എടുത്ത് പറയുന്നത്. സോ ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട സ്റ്റേജുകൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ്, അതിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഈഗോസെൻട്രിക്, സ്റ്റിൽ നോട്ട് തിങ്കിങ് ഡെവലപ്ഡ് എന്നുള്ളതാണ്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണെങ്കിൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നു,
ലെസ് ഈഗോസെൻട്രിക് ആണ്, അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ എബിലിറ്റി ടു തിങ്ക് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഈ കുട്ടികളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ഭാഗത്ത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിൽ പിയാഷെ എടുത്ത് പറയുന്ന സ്റ്റേജിൽ എടുത്ത് പറയുന്നതാണ്. ഇനി പിയാഷയുടെ മറ്റു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭാഗത്തു കൂടി കാര്യങ്ങളുണ്ട്, അസിമിലേഷനും മറ്റു കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NCERT എസ്റ്റാബ്ലിഷ് ഇൻ ദി ഇയർ. NCERT ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? എല്ലാവർക്കും അറിയാം 1961 NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ NCERTന്റെ ഫുൾ ഫോം ആയിട്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTന്റെ ഫുൾ ഫോം ആയിട്ട് എടുത്ത് പറയുന്നത്. ഇതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്, ഓട്ടോണമിയാണ്. അത് 1961 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷനിൽ പ്രോഗ്രാംസിനെയും പോളിസീസിന്റെയും, ഗവൺമെന്റ്സിന്റെ പ്രോഗ്രാംസിനെയും പോളിസീസിനെയും, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിനെ അസിസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നിലകൊണ്ടു വന്നിട്ടുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് പറയുന്നത് NCERT. അത് 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ടാണ്. ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഫ്രം ദി ഫോളോവിങ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ യൂഷ്വലി ഹാവ് എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയുന്ന ഡിസേബിൾഡ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ചോദ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചൊരു ചിന്താഗതിയെ വളർത്തുന്ന രീതിയിലുള്ള ചോദ്യം കൂടി ആയിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണെന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് തന്നെയാണ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളിൽ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ഇല്ലാത്തത് ഏതാണ്? ഇതിൽ ഒരെണ്ണം ഇല്ലാത്തതാണ്. ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടാവാം. പുവർ ഇന്റലിജൻസ്, അങ്ങനെയാണോ? പുവർ ഇന്റലിജൻസ് ആണോ കുട്ടികൾ ഉണ്ടാവുക? പുവർ ടൈം ആൻഡ് സ്പേസ് ഓറിയന്റേഷൻ ആണോ? പെർസെപ്ഷൻ ഡിസോർഡേഴ്സ് ആണോ? കൺസീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള, ഗ്രാസ്പ് ചെയ്യാനുള്ള ഡിസോർഡേഴ്സ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കാം. അതേപോലെ തന്നെ ടൈമും സ്പേസും, അതായത് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം ലഭിച്ചുകൊണ്ട് മാത്രമേ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ വളർന്നു വരുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സ്ലോ ആണെങ്കിലും അതൊരു ചെറിയൊരു ഡിസോർഡർ ഉണ്ടാവും, പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പക്ഷേ ഒരിക്കലും ഇവർക്ക് എന്തുണ്ടാവില്ല? ഇന്റലിജൻസ് കുറവായിരിക്കില്ല. ഈ കുട്ടികൾക്ക് സാധാ കുട്ടികളെ പോലെ തന്നെ ഇന്റലിജന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് A, C and D ആണ്. ഇവിടെ കമ്പൈൻ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് നിൽക്കുന്നത് A, C and D എന്നുള്ളതാണ്. ഇതിൽ പെടാത്തത് ഏതാണ്? പുവർ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഇതിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇവിടെ പറയുന്നത്. ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഓഫൺ exhibit a range of specific characteristics across various areas including language, reading, writing, maths and social emotional development എന്നുള്ളതാണ്. ഓക്കെ, ലാംഗ്വേജ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലമോ, റീഡിംഗ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലമോ, റൈറ്റിംഗ് സംബന്ധമായിട്ടോ, മാത്തമാറ്റിക്കൽ സംബന്ധമായിട്ടോ, സോഷ്യൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ഡെവലപ്മെന്റ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ പുവർ ആയിട്ടുള്ള ഇന്റലിജൻസ് ഈ കുട്ടികളുടെ സവിശേഷതയായിട്ട് എടുത്തു പറയുന്നില്ല. കുട്ടികൾ സാധാ കുട്ടികളെ പോലെ തന്നെ ഇന്റലിജന്റ് ആയിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇൻ അനദർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ പഠിച്ച അറിവ് നമ്മൾ മറ്റൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. മോഡലിംഗ് ആണോ, ഇമിറ്റേഷൻ ആണോ, കണ്ടീഷനിങ് ആണോ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണോ? ഇവിടെ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ടേമാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഇവിടെ പറയുന്നതും എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് എടുത്ത് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഓൾസോ നോൺ ആസ് ലേണിംഗ് ട്രാൻസ്ഫർ എന്നും പറയും, ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് നോളജ്, സ്കിൽസ് ആൻഡ് ഇൻഫോർമേഷൻ അക്കോർഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ്. അപ്ലൈയിങ് നോളജ്, സ്കിൽസ് ആൻഡ് ഇൻഫോർമേഷൻ അക്കോർഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് ടു എ ന്യൂ ഓർ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ കിട്ടിയ അറിവ് അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മറ്റൊരു കോണ്ടെക്സ്റ്റിലുള്ള ഇൻഫോർമേഷനിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു അറിവ് ഉണ്ടാക്കുന്നതിലേക്കോ യൂസ് ആവുകയോ ചെയ്യും, യൂസ് ആവാതിരിക്കുകയോ ചെയ്യും, ഒരു എഫക്റ്റും ഇല്ലാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, അല്ലെ? ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു
ത്രീ മെയിൻ ടൈപ്സ് അഥവാ പോസിറ്റീവ് ലേണിംഗ് ട്രാൻസ്ഫറും നെഗറ്റീവ് ലേണിംഗ് ട്രാൻസ്ഫർ ആൻഡ് സീറോ ലേണിംഗ് ട്രാൻസ്ഫർ എന്ന് പറയും. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റേറ്റ് ന്യൂ ലേണിംഗ് എന്നുള്ളതാണ്. പഴയ അറിവ് വഴി പുതിയ ലേണിങ്ങിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പഴയ അറിവ് പുതിയൊരു അറിവിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതേസമയം പുതിയതായിട്ട് ഒരു അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഒരു അറിവ് പുതിയ അറിവ് ഇങ്ങോട്ട് വരുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ലേണിംഗ് എന്നാണ് പറയുക. ഒരു പുതിയ അറിവ് പഴയ ഒരു അറിവ് പുതിയ ഒരു അറിവ് വരുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്നാ പറയാം. അതേസമയം സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഹാസ് നോ എഫക്റ്റ് എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് പുതിയ അറിവ് ഉണ്ടായാലും കുഴപ്പമില്ല, പഴയ അറിവ് ഉണ്ടായാലും കുഴപ്പമില്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പഴയ അറിവ് പുതിയ അറിവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നെഗറ്റീവ് ആണെങ്കിൽ അത് തടസ്സമായി നിൽക്കുന്നു. പഴയ അറിവ് തടസ്സമായി നിൽക്കുന്നു, പുതിയ ഒരു അറിവ് വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗൺസിലർ പ്ലേ an active role in a client's decision making by offering advice, guidance and recommendations. This type of counseling is known as. ആക്റ്റീവ് റോളാണ് കൗൺസിലർ വഹിക്കുന്നത്. എന്തിലേക്കൊക്കെ? അഡ്വൈസ് നൽകുക, ഗൈഡൻസ് കൊടുക്കുക, റെക്കമെൻഡേഷൻസ് നൽകുക, ഒക്കെ ആക്റ്റീവായിട്ട്. അപ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിന് അത് ഏത് തരത്തിലുള്ള കൗൺസിലിംഗ് ആണ്? അപ്പോൾ കൗൺസിലിങ്ങിന്റെ ബേസിക് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റിനെ അവരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതായത് ചോയ്സുകൾ കാണിച്ചു കൊടുക്കുക, സൊല്യൂഷൻസിന്റെ ചോയ്സ്, ആ പ്രോബ്ലം എന്താണെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക, അവരുടെ വീക്ക്നെസ് ഗുഡ്നെസ് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു കൗൺസിലറുടെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ആക്റ്റീവ് റോൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡയറക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. ആക്റ്റീവ് റോൾ വഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ പെർമിസീവ് കൗൺസിലിംഗ് എന്താണ്, എക്ലെക്റ്റിക് കൗൺസിലിംഗ് എന്താണ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ പെർമിസീവ് കൗൺസിലിംഗും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗും സെയിം ആണ്. അതായത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്നാ പറയാ. പെർമിസീവ് കൗൺസിലിംഗ് ഓർ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്നാ പറയാ. മൂന്നാമത്തത് എക്ലെക്റ്റിക് കൗൺസിലിംഗ് എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ടൈപ്സ് ആയിട്ട് കൗൺസിലിംഗിനെ ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ എസെൻഷ്യലി ദ സെയിം തിങ്, ബോത്ത് റെഫറിംഗ് ടു എ കൗൺസിലിംഗ് അപ്രോച്ച് വേർ ദ കൗൺസിലർ ടേക്ക് എ മോർ ആക്റ്റീവ് ഗൈഡിംഗ് റോൾ എന്നുള്ളതാണ്. മോർ ആക്റ്റീവ് ആൻഡ് ഗൈഡിംഗ് റോൾ എന്നുള്ളതാണ്. ദ കൗൺസിലർ അനലൈസ് ദ ക്ലയന്റ് സിറ്റുവേഷൻ, ഡയഗ്നോസിസ് ദ പ്രോബ്ലം ആൻഡ് ദി പ്രൊവൈഡ് സ്പെസിഫിക് അഡ്വൈസ് ആൻഡ് ഡയറക്ഷൻ ഫോർ ദി ക്ലയന്റ് ടു ഫോളോ. ഓക്കെ, അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു കൗൺസിലർ പ്രോബ്ലം ക്ലയന്റിനെ അനലൈസ് ചെയ്യുകയും എന്നിട്ട് പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുകയും ആ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷൻ അടങ്ങിയ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുകയും എന്നിട്ട് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് കണിശമായി കൗൺസിലർ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിങ്ങിനെയാണ് ഡയറക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് ഓർ പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്കഫോൾഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കുന്ന ആളായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിന് സൊല്യൂഷൻസ് ഇന്നതൊക്കെയാണെന്ന് മാത്രം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിങ്ങിനെയാണ് പെർമിസീവ് കൗൺസിലിംഗ് ഓർ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഓർ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, പെർമിസീവ് കൗൺസിലിംഗ് ഓൾസോ നോൺ ആസ് നോൺ ഡയറക്റ്റീവ് ഓർ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് എംഫസിസ് ദ ക്ലയന്റ്സ് റോൾ in the therapeutic process and their ability to solve their own problems with the support from the counselor. It focuses on creating a safe and trusting space. Focuses on creating a safe and trusting space for the client to explore their feelings and thoughts rather than directly guiding them towards solutions. ഡയറക്റ്റ് ആയിട്ട് ഗൈഡിങ് നൽകുക
അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരുടെ തോട്ട്സ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് പുറത്തേക്ക് വിടുകയും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്, ഇന്ന സൊല്യൂഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇതിൽ നിങ്ങളുടെ സാഹചര്യത്തിനും നിങ്ങളുടെ ബുദ്ധിക്കും അനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്ന ആ ഒരു ചെറിയൊരു മോട്ടിവേഷൻസും അതിന്റെ ഗൈഡൻസും ഒക്കെ കൊടുത്ത് ഗൈഡിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്കഫോൾഡറായിട്ട് നിൽക്കുക, ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയാണ് എന്ന് പറയുന്നത് പെർമിസീവ് കൗൺസിലിംഗ് ഓർ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഓർ ക്ലയന്റ് സെന്റേഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഈ ഡയറക്റ്റീവ് കൗൺസിലിംഗും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗും മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്താം. അപ്പോൾ അത്തരത്തിലുള്ള കൗൺസിലിംഗിനെയാണെന്ന് പറയുന്നത് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈസ് എ ഫ്ലെക്സിബിൾ അപ്രോച്ച് വെയർ കൗൺസിലേഴ്സ് ബ്ലെൻഡ് ടെക്നിക്സ് ആൻഡ് തിയറീസ് ഫ്രം ഡിഫറെന്റ് കൗൺസിലിംഗ് സ്റ്റൈൽസ് ടു ബെസ്റ്റ് സ്യൂട്ട് എ ക്ലയൻസ് ഇൻഡിവിജ്വൽ നീഡ് ആൻഡ് സ്പെസിഫിക് സിറ്റുവേഷൻ. ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഡയറക്റ്റീവ് ആയിരിക്കാം, മറ്റൊരു സിറ്റുവേഷനിൽ നോൺ ഡയറക്റ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടും ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനറിൽ കൗൺസിലിംഗ് രണ്ട് അപ്രോച്ചുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിംഗ് അപ്രോച്ചിനെയാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ 3 തരത്തിലുള്ള കൗൺസിലിംഗിലാണ് നമ്മളിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്: ഡയറക്റ്റീവ്, നോൺ ഡയറക്റ്റീവ് ആൻഡ് എക്ലക്റ്റിക്. നോൺ ഡയറക്റ്റീവിലെയാണ് ക്ലയന്റ് സെന്റേഡ് കൗൺസിലിംഗ് എന്ന് കൂടി അറിയപ്പെടുന്നത്. അതിനെ പെർമിസീവ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റീവിനെയാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം എടുത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് കൗൺസിലർ പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ ക്ലയൻസ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഓഫറിംഗ് അഡ്വൈസ്, ഗൈഡിംഗ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് നോൺ ആസ് പ്രിസ്ക്രിപ്റ്റീവ് ഓർ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. പെർമിസീവ്, നോൺ ഡയറക്റ്റീവ്, ക്ലയന്റ് സെന്റേഡ് ഇത് ഒന്നിച്ചാണ് കേട്ടോ എക്ലക്റ്റിക് കൗൺസിലിംഗ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: the child understands that objects continue to exist even when they cannot be perceived is called. Continue to exist. Object continue to exist. അതിനെയാണ് നമ്മൾ നേരത്തെ ടൈപ്സിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? ദാറ്റ് ഒബ്ജക്റ്റ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി പെർസീവ്ഡ്. അത് മനസ്സിലാക്കാൻ, അത് പെർസീവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിലും അത് നിലവിലുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെയും നമ്മൾ വീണ്ടും എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു 4 പിയാഷയുടെ 4 സ്റ്റേജുകൾ എടുത്തു വെക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവ ഓരോന്നിന്റെ ഫീച്ചേഴ്സ് കൂടി നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ്. മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ കുട്ടികളോടൊപ്പം ഇരുത്തിക്കൊണ്ട് മറ്റു കുട്ടികളെ കൂടി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിംഗ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചറുകൾ എടുത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ക്ലസ്റ്ററിംഗ് സ്റ്റുഡൻസ് വിത്ത് ഹൈ അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. ക്ലസ്റ്ററിംഗ് സ്റ്റുഡൻസ് വിത്ത് ലോ അച്ചീവ്മെന്റ് എന്നാണ്. നൺ ഓഫ് ദീസ് ആണോ? ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ്. എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യലി ഏബിൾഡ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, അതേപോലെ തന്നെ ഓട്ടിസം ബാധിച്ചവർ, മറ്റ് പലതരത്തിലുള്ള പ്രോബ്ലംസ് എടുത്ത് പറയുന്നുണ്ട്. ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ സൈക്കോളജിയിലെ മറ്റൊരു മേഖലയിൽ എടുത്ത് ക്ലാസ് തന്നിട്ടുണ്ട്. കേട്ടിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് അത്തരത്തിലുള്ള കാറ്റഗറി എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനും കൂടി വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. മെയിൻ സ്ട്രീമിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ദി പ്രാക്ടീസ് ഓഫ് പ്ലേസിംഗ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് or special needs into regular classroom alongside their peers. ആ മറ്റു കുട്ടികളോടൊപ്പം തന്നെ, സാധാ മറ്റു കുട്ടികളോടൊപ്പം തന്നെ റെഗുലർ ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ കൂടി ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. This approach aims to integrate students with special needs into mainstream education system rather than segregating
ദം ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ നമുക്ക് അതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പിന്നെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലേ. അതിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ വെച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ആ സെഗ്രിഗേഷൻ തന്നെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ആ സ്പെഷ്യൽ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അത് മാറിയിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് മാറി. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നും ഇപ്പോൾ ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് മാറി. ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാ കുട്ടികളോടൊപ്പം തന്നെ, സാധാ കുട്ടികളോടൊപ്പം തന്നെ ഇരുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പാരിസണൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, എന്താണ് ഈ സെഗ്രിഗേറ്റിംഗ് ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇവ മൂന്നും തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലാക്കുക വഴി ഈ സെഗ്രിഗേറ്റിംഗ് എന്നുള്ളതിൻ്റെ ആശയം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലുള്ളതാണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് റെഗുലർ ക്ലാസ് റൂമിലേക്ക് പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളെ കൂടി ഇരുത്തി പഠിപ്പിക്കുന്നതിനെയാണ് മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേ ഇൻ വിച്ച് ഈച്ച് ലേണർ ബിഗിൻസ് ടു കോൺസെൻട്രേറ്റ്, പ്രോസസ് ആൻഡ് റീറ്റെയിൻ ന്യൂ കോംപ്ലക്സ് ഇൻഫോർമേഷൻ ആർ കോൾഡ്. എന്താണ്? അതായത് കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രോസസ്സിംഗ് നടത്തുക, എന്നിട്ട് റീറ്റെയിൻ ചെയ്യുക. അതെന്തിനെ? ന്യൂ കോംപ്ലക്സ് ഇൻഫോർമേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക. അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലേണിംഗ് സ്റ്റൈൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് സ്ട്രാറ്റജി എന്താണ്, ലേണിംഗ് മെത്തഡോളജി എന്താണ്, ലേണിംഗ് മെക്കാനിസം എന്താണ്, ഇവ കൂടി നിങ്ങൾ അതിൻ്റെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ എന്താണ്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരു കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് റീറ്റെയിൻ ചെയ്യുന്നു. എന്തിനെ? ന്യൂ കോംപ്ലക്സ് ഇൻഫോർമേഷനെ. എന്നാലോ പിന്നെ ഈ ലേണിംഗ് സ്റ്റൈലിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഡിഫറെന്റ് വേസ് ഇൻഡിവിജ്വൽസ് കോൺസെൻട്രേറ്റ് ഓൺ പ്രോസസ് ആൻഡ് റീറ്റെയിൻ ന്യൂ ഇൻഫർമേഷൻ ആർ റെഫേർഡ് ടു ആസ് ലേണിംഗ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ദീസ് സ്റ്റൈൽസ് ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ അബ്സോർബ് ആൻഡ് മേക്ക് സെൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ദേ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ലേണിംഗ് എഫക്റ്റീവ്നെസ്. ആ ഇൻഫർമേഷൻസിനെ സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻസ് ഓർഗൻസ് വഴി ആ ലേണിങ്സിനെ സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഇൻഫർമേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും എന്നിട്ട് അതിനെ റീറ്റെയിൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിനെയാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നാലോ ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അത് ഇന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ലേണിംഗ് സ്ട്രാറ്റജി ഈസ് എ പ്ലാൻഡ് അപ്രോച്ച് ദാറ്റ് ഇൻഡിവിജ്വൽസ് യൂസ് ടു എൻഹാൻസ് their learning process, making it more effective and efficient. It involves utilizing various techniques, methods or approaches to improve the ability to acquire, retain and apply knowledge എന്നുള്ളതാണ്. These strategies can be broadly categorized into cognitive, അഫക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ ടെക്നിക്സ്. അപ്പോൾ ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബ്ലൂംസ് ടാക്സോണമി ഒക്കെ ഒരു ലേണിംഗ് സ്ട്രാറ്റജിയിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ വേണം ലേണിംഗ് സ്ട്രാറ്റജിനെ നമ്മൾ കാണാൻ. ദെൻ അതേസമയം ലേണിംഗ് മെത്തഡോളജി ആണെങ്കിൽ അത് അപ്രോച്ചുകളാണ് അല്ലേ. അപ്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ റോട്ട് ലേണിംഗ്, മീനിങ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്രോച്ചുകൾ ലേണിംഗിൽ എടുത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്നതാണോ നല്ലത്? അത്തരത്തിൽ മനസ്സിലാക്കി പഠിച്ചാൽ മറ്റൊരു മേഖലയിൽ അത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും എന്നുള്ളതൊക്കെയാണ് മീനിങ് ഫുൾ ലേണിംഗിൽ വരുന്നത്. അതേസമയം റോട്ട് ലേണിംഗിലാണെങ്കിൽ പിന്നെ അതെന്താണ്, ബൈഹാർട്ട് ചെയ്യുക, അതിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല, ഫാക്റ്റുകൾ ഓർത്തു വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനെയാണ് ലേണിംഗ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോച്ചുകളെയാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് മെത്തഡോളജീസ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് മെക്കാനിസംസ് എന്ന് പറയും. മെക്കാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഒരു സ്ഥാപനം പിന്നെ ഒക്കെ അവർ അക്വയർ ചെയ്യുന്ന നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകൾ, അവരുടെ ബിഹേവിയേഴ്സ്. അപ്പോൾ അതിനെയാണ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സിസ്റ്റം അതിൻ്റെതായിട്ടുള്ള പിന്നെ ആക്ഷൻസ് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു സിസ്റ്റം ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓട്ടോമാറ്റിക്കലി അറിവുകൾ നേടുന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് മെക്കനൈസേഷൻ എന്ന് പറയുന്നത്, മെക്കാനിസംസ് എന്ന് പറയുന്നത്, ലേണിംഗ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 4 ടേംസുകൾ കൂടി ഇതിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഓർത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണിംഗ് സ്ട്രാറ്റജി എന്താണ്, ലേണിംഗ് മെത്തഡോളജി എന്താണ്, ലേണിംഗ് സ്റ്റൈൽ എന്താണ്, ലേണിംഗ് മെക്കാനിസംസ് എന്താണ്, ഇതിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പല ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ എടുത്തുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇവ നമ്മളുടെ കമ്പാരിസൺ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യവുമായി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ചോദ്യം ഷുവറാണ്. എന്താണ് സ്ട്രാറ്റജി എന്നോ, അല്ലെങ്കിൽ എന്താണ് മെത്തഡോളജി എന്നോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റൈൽ എന്നോ, എന്നാൽ എന്താണ് മെക്കാനിസം എന്നൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ഈ 4 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഡിവിജ്വൽ ഹാസ് ബോത്ത് പോസിറ്റീവ് റിലേഷൻ ഓഫ് അപ്രോക്സിമേറ്റ്
ഈക്വൽ ഇൻറ്റൻസിറ്റി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ്. ഈ വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്നുള്ളതാണ്. പോസിറ്റീവ് റിലേഷൻ, അപ്രോക്സിമേറ്റ് ഈക്വൽ ഇൻറ്റൻസിറ്റി ദാറ്റ് മേ കോസ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഫ്ലിക്റ്റുകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നും, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നും, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നും, ഇങ്ങനെ 3 തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷനാണ്. പിന്നെ 2 കാര്യങ്ങളും ഒരുപോലെ വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഒരു കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കുകയും ചെയ്യണം, എന്നാൽ ആ ഐസ്ക്രീം കഴിക്കുക വഴി ഉണ്ടാവുന്ന ജലദോഷം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ജലദോഷം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും ഒരു ആവശ്യമാണ്, ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നതും ആവശ്യമാണ്. രണ്ടും ഒരേപോലെ ഇന്റൻസിറ്റി ഉള്ളതാണ്. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്നാലോ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒരാൾക്ക് ഒരു സാലറി കൂടുതൽ കിട്ടുന്നു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ അതൊരു അപ്രോച്ചാണ്, ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാലറി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ജോലി പ്രൊമോഷൻ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കൂടുതൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ ട്രാവലും കൂടുതലുണ്ട്, വേറൊരു സ്ഥലത്തേക്കാണ് പ്രൊമോഷൻ കിട്ടുന്നത്. ഇതാണെങ്കിൽ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് സാലറി കൂടുതൽ കിട്ടണം, പ്രൊമോഷൻസ് എന്തായാലും കിട്ടണം, റെസ്പോൺസിബിലിറ്റീസും കിട്ടണം എന്നുള്ളത് അവരുടെ അപ്രോച്ച് തന്നെയാണ്, അവരുടെ ആഗ്രഹമാണ്, അത് അവരുടെ ആവശ്യമാണ്. എന്നാലോ ഈ കൂടുതൽ യാത്ര, അതേപോലെ തന്നെ കൂടുതൽ ടൈം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തെയാണ് എന്ന് പറയുന്നത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എന്നാലോ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഡയഗ്നോസ്ഡ് വിത്ത് സീരിയസ് ഇൽനെസ്, ഒരു വ്യക്തി എന്ത് ചെയ്തു, ആ ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ടായി, അപ്പോൾ 2 ടൈപ്പ് ഓഫ് മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, രണ്ടിനും നെഗറ്റീവ് എന്തുണ്ട്? സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ രോഗം മാറുകയും ചെയ്യണം, എന്നാൽ ഈ 2 മരുന്നുകളും ഉപയോഗിക്കാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ. അപ്പോൾ രണ്ടും അവോയ്ഡ് ചെയ്യണം, 2 സാഹചര്യം അവോയ്ഡ് ചെയ്യണം, എന്നാൽ ഈ വ്യക്തിയുടെ രോഗം മാറുകയും ചെയ്യണം. അപ്പോൾ അത് പോസിബിൾ ആവില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവർ നിർബന്ധമായിട്ടും ഇതാവും. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ്, അല്ലേ? അപ്പോൾ 2 സാഹചര്യങ്ങളും സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ്, ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെയാണ് ഈ ഒരു തരത്തിൽ ഇതിനെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആൻഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോസ്റ്റ് സൂട്ടബിൾ എക്സ്പാൻഷൻ ഫോർ ടാറ്റ് ബൈ മോർഗൻ ആൻഡ് മുറെ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് എക്സ്പാൻഷൻ എന്താണ്? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പേഴ്സണാലിറ്റി ടെസ്റ്റിലൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ എലാബറേഷൻ ആയിട്ട് എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ 40ഓളം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 40 ഉള്ളൂ എങ്കിലും നമുക്ക് ഏരിയകൾ കൂടുതൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനെ എടുക്കുക, അത് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക, അതിന്റെ ബേസിക്സ് മാത്രം പഠിച്ചെടുക്കുക. കൂടുതൽ വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം ക്വസ്റ്റ്യൻസിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ 41 മുതലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് തുടങ്ങാം. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.